പി കെ ഫിറോസ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഫിറോസിന്റെ നിർദ്ദേശങ്ങൾ മാനിക്കണം. പ്രവർത്തകർ നിർബന്ധമായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ മാനിക്കണം. നിർബന്ധമായും പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണം. നമ്മുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇവിടുത്തെ നിയമപാലകന്മാർ മനസ്സിലാക്കട്ടെ, ഈ തർക്കിക്കുന്ന പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് തർക്കിക്കുന്നത്? ഈ സമരം ചെയ്യുന്ന പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? പോലീസുകാര് എം അക്ബറിന്റെ രോമത്തിൽ തൊഴാൻ കഴിയില്ലല്ലോ. നിനക്ക് എം അക്ബറിന്റെ രോമത്തിൽ തൊഴാൻ കഴിയില്ല. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെ കയ്യാമം വെക്കാൻ പോലീസുകാര് നിന്റെ കയ്യിലെ കയ്യാമത്തിന് കരുതില്ലടാ എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പോലീസുകാരൻ മനസ്സിലാക്കണം. ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? IG ശ്രീജിത്താണ്. പ്രവർത്തകർ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായി നമ്മുടെ പ്രവർത്തകർ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. പി കെ ഫിറോസ് സാഹിബിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് പ്രിയപ്പെട്ട IG ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് എം അക്ബറിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത്. IG ശ്രീജിത്ത് പോലീസല്ല, പോലീസിന്റെ കാക്കിയുടുപ്പാണ് IG ശ്രീജിത്ത് ധരിക്കുന്നെങ്കിൽ ഞങ്ങൾ മാനിക്കും. പക്ഷെ RSSന്റെ കാക്കി ട്രൗസറാണ് ഞങ്ങൾ മാനിക്കില്ല. ശ്രീജിത്ത് നിന്റെ പുതിയ പാവപ്പെട്ട എത്തിയും കുട്ടികളെ കള്ളക്കടത്തും മനുഷ്യക്കടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നെ അനുസരിക്കേണ്ട ബാധ്യത മുസ്ലിം യൂത്ത് പ്രവർത്തകർക്കില്ല. കേരളത്തിന്റെ കളക്ടറേറ്റ് പഠിക്കൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മജീദിന്റെ ചോരയുണ്ട്, റഹ്മാന്റെ ചോരയുണ്ട്, ദീപയുടെ ചോരയുണ്ട്. കേരളത്തിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ഈ സമരം കാണണം, നിങ്ങൾ ഈ രോഷം കാണണം. നിരപരാധികളായ ചെറുപ്പക്കാരെ UAPAയുടെ പേരിൽ വേട്ടയാടിയാൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വീട്ടിലിരിക്കില്ല. ഞങ്ങൾ വരും, നിങ്ങളുടെ ഓഫീസിലേക്ക് വരും, കളക്ടറേറ്റ് പഠിക്കലേക്ക് വരും. ഇതൊരു സൂചനയാണ്. മലപ്പുറത്തിന്റെ മണ്ണെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ പട്ടാള ബൂട്ടിനെ ഭയപ്പെടാത്തമല്ല, ബ്രിട്ടീഷുകാരന്റെ പട്ടാള ബൂട്ടിനെ ഭയപ്പെടാത്ത വല്യാപ്പമാരുടെ പേരക്കുട്ടികൾ പിണറായി വിജയന്റെ പോലീസ് ബൂട്ടിനെ ഭയപ്പെടില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാർച്ചിൽ ആത്മസംയമനം പുലർത്തണം. നമ്മുടെ മാർച്ച് പരിധി കടക്കരുത്. നമ്മുടെ മാർച്ച് പരിധി കടന്നാൽ നമ്മുടെ ലക്ഷ്യം തെറ്റും. ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമുണ്ട്. എന്താണ് മുദ്രാവാക്യം? UAPAയുടെ പേരിൽ നിരപരാധികളായ ചെറുപ്പക്കാരെ ചങ്ങലക്കിടുന്ന പോലീസിന്റെ ഗുണ്ടായിസത്തിനെതിരെയാണ്. പോലീസിൽ RSSനെ പറയുകയാണ് ഞങ്ങള്. ഇന്ന് ജനുവരി 18, നാളെ 19 കൊടിയേൽ ഫൈസൽ കൊല ചെയ്യപ്പെട്ടിട്ട് 60 ദിവസം ചെലഞ്ഞിരിക്കുന്നു. പോലീസ് എന്ന് പറയണം, സൂപ്രണ്ട് പോലീസ് ഒന്ന് വിശദീകരിക്കണം. എവിടെ ഫൈസലിന്റെ കൊലപാതകത്തിന് ചുമതലപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എവിടെ? 17 പേര് പോലീസിന്റെ ഫൈസലിന്റെ കൊലപാതകത്തിന്റെ ഘാതകരെ കണ്ടെത്താൻ ചുമതലപ്പെട്ട 17 പേർ എവിടെയാണെന്ന് അറിയുമോ? അവർ ഉത്സവപ്പറമ്പില, അവർ കല്ലിങ്ങൽ മൂർച്ചയില, അവർ പുതിയങ്ങാടി മൂർച്ചയില, അവർ കേരളത്തിന്റെ വ്യത്യസ്ത ഉത്സവപ്പറമ്പില. സൂപ്രണ്ട് ഏമാണ്? ഞങ്ങൾ പറയുന്നതല്ല, ഫൈസലിന്റെ കൊലപാതകരെ കണ്ടെത്താനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉത്സവപ്പറമ്പിൽ ജിലേബി കച്ചവടക്കാരനോട് സർവ്വനാമം നിങ്ങൾ പറഞ്ഞയച്ചിരുന്നെങ്കിൽ പ്രവർത്തകർ കണക്ക് ചോദിക്കുകയാണ്. ഇത് മലപ്പുറമാണ്, ആസാമിലല്ല, ഇത് ഗുജറാത്തല്ല, ഇത് കശ്മീരല്ല, ഇത് മലപ്പുറമാണ്. നിരപരാധികളായ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയാൽ ഞങ്ങൾ കണക്ക് ചോദിക്കും. പാലക്കാട് തങ്ങളുടെ പട്ടാളം കണക്ക് ചോദിക്കും. ഇത് ഗുജറാത്തല്ല, ഇത് കേരളമാണ്. ഏത് കേരളം? മുസ്ലിം ലീഗുള്ള കേരളമാണിത്, മുസ്ലിം യൂത്ത് ലീഗുള്ള കേരളമാണിത്. മഹാനായ പാലക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ യൂത്ത് ലീഗാണിത്. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പോലീസിന്റെ കൈച്ചങ്ങളെ ഭയപ്പെടാത്ത പൂക്കോയ തങ്ങളുടെ പിള്ളേരുടെ മകൻ മഹാനായ മുനവ്വർ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ രാഷ്ട്രമാണിത്. അതുകൊണ്ട് IB ഉദ്യോഗസ്ഥന്മാരെ, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾ കണക്കെടുക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, ഇവർ തേനീച്ച കൂട്ടം കണക്ക് ഇറച്ചു വരും. നിങ്ങളുടെ ഈ അനീതി തുടർന്നാൽ ഇവർ പോലീസ് കൂട്ടം കണക്ക് ഇറച്ചു കയറും. നമ്മളിതായി സമരത്തിന്റെ എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ട പി കെ ഫിറോസും കേരളത്തിന്റെ പോലീസിന്റെ അനുവദിക്കില്ല എന്ന് മാധ്യമ പ്രവർത്തകരോട് ധീരമായി വെട്ടിത്തുറന്നു പറഞ്ഞ പ്രിയപ്പെട്ട പി കെ ഫിറോസുണ്ട്. ഇവിടെ കേരളത്തിലെ MSF രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് വന്നതിന്റെ പേരിൽ പൂജയിൽ സംഘടനയിൽ കഴിയേണ്ടി വന്ന പി കെ ഫിറോസാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. പ്രിയപ്പെട്ട പി കെ ഫിറോസിനെ മലപ്പുറത്തിന്റെ ആവേശമുള്ള മണ്ണിലേക്ക് വാരി
കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മണ്ണിലേക്ക്, ലവക്കുട്ടിയുടെ മണ്ണിലേക്ക്, 1921 ചലിക്കുന്ന സമരോർമ്മകളുടെ മണ്ണിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട അൻവർ മുള്ളമ്പാറയാണ്, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ്. നമ്മെ അഭിവാദ്യം ചെയ്യുന്നത് STUവിന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയാണ്. പ്രിയപ്പെട്ട MSFന്റെ സംസ്ഥാന സെക്രട്ടറി MP നവാസ് ഉണ്ട്. ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ഇന്നലെയും പോലീസ് ഒന്ന് കുരുക്കിടാൻ ശ്രമിച്ചു. എന്താ പറഞ്ഞത്? യൂത്ത് ലീഗിന്റെ മാർച്ച് നാളെ നടക്കൂല. പോലീസ് പറഞ്ഞു, എന്നെ വിളിച്ചു, ഫൈസൽ ബാബു അല്ലേ? അതെ സാർ. എങ്കിൽ നാളെ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന SP ഓഫീസിന് അനുമതിയില്ല. ഞാൻ പറഞ്ഞു, സാറേ, ഞങ്ങൾ മലപ്പുറത്തെ കളക്ടറേറ്റ് പടിക്കൽ നാളെ മാർച്ചുണ്ട്. 10:20 മാർച്ച്. നാളെ സൂര്യൻ ഉദിച്ചാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ടാകുന്നവരെ അത് പറഞ്ഞ പോലീസിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ധരിച്ചേക്കുക, ഇത് ഗുജറാത്ത് അല്ല. അവിടെ മുസ്ലിം ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിയാൽ അവൻ വീട്ടിലേക്കും. പക്ഷേ ഇത് മലപ്പുറമാണ്, ഇത് കേരളമാണ്. ഭീഷണിപ്പെടുത്തിയാൽ 1000 ആർജവത്തോടെ ഞങ്ങൾ വരും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ അൻവർ മുള്ളമ്പാറയോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒരു പോരാട്ടത്തിന്റെ മുന്നണിയിലാണ് നിങ്ങൾ. അച്ചടക്കം പുലർത്തണം, ആത്മസംയമനം പാലിക്കണം. ഈ സമരം പാളിപ്പോകാൻ പോലീസ് അറിയിക്കുന്നതാണ്. അതിലേക്ക് ആ അജണ്ടക്ക് നിങ്ങൾ കൂട്ടുകൊടുക്കരുത്. ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനും അച്ചടക്കം ലംഘിക്കരുത്. അവസാന നിമിഷമേ നമ്മുടെ ഈ പ്രമേയങ്ങൾ ചർച്ച ചെയ്യും. ഈ പരിവയില് ഒരു സമരത്തിന്റെ പരിവയില, ആ പരിവയിലോട് നിങ്ങൾ നിൽക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുകയാണ്. അവസാനം വരെ ഈ മാർച്ചിന്റെ നിയമനിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാകണം. പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണത്? പോലീസിൽ മാന്യന്മാരുണ്ട്. 90% ഉദ്യോഗസ്ഥന്മാരും പോലീസിൽ മാന്യന്മാരാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. പക്ഷെ 10% RSSന്റെ ശാഖയിൽ നിന്ന് തിട്ടൂരം പറ്റുന്നവനാണ്. അവനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ മുസ്ലിം യൂത്ത് ലീഗിന് വിശ്രമം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ സമരത്തിൽ അധ്യക്ഷത വഹിക്കാൻ പ്രിയപ്പെട്ട